Good afternoon all. Good afternoon. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂ ബോൺ കെയർ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഓർക്കുന്നുണ്ടോ? ന്യൂ ബോൺ കെയറിന് എങ്ങനെയൊക്കെയാണ് നമ്മൾ കെയർ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ന്യൂ ബോണിന് ചെയ്യേണ്ട ഫെസിലിറ്റീസുകൾ വരെയാണ് ലാസ്റ്റ് നമ്മൾ നിർത്തിയത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. ന്യൂ ബോൺ കെയർ പോയിന്റ്സുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ എല്ലാവരും ഒരു പ്രാവശ്യം? ദെൻ നെക്സ്റ്റ് വന്ന് നോക്കാം. അപ്പൊ നമ്മൾ ന്യൂ ബോണിന് എങ്ങനെയൊക്കെയാണ് കെയർ കൊടുക്കേണ്ടതെന്ന് കണ്ടു. ജനന സമയത്ത് അല്ലെ, കെയർ അറ്റ് ബർത്തിലും നല്ലൊരു കെയർ കൊടുക്കുക. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സയൊക്കെ ചെയ്ത് കൊടുക്കുക. ദെൻ മോണിറ്ററൈസ് ഒക്കെ ചെയ്യുക. ടെമ്പറേച്ചറും BP ഒക്കെ ചെക്ക് ചെയ്യുക. ദെൻ റെഫറൻസ് സർവീസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഹെൽപ്പും ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർഡ് ടു ബി ഡൺ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂ ബോൺ കെയർ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, അതായത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ആണ്. സിമ്പിൾ ആണ്. നിങ്ങൾക്ക് കുറെ കെയർ അറിയാവുന്ന പോയിന്റ്സുകളാണ് അല്ലെ. നിങ്ങൾ മദേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് നമ്മള് കുഞ്ഞുങ്ങളെ ന്യൂ ബോൺസിനെ കൈകാര്യം ചെയ്യേണ്ടത്. എങ്കിലും കുറച്ച് പേർക്ക് കാര്യമൊക്കെ ഉണ്ടായിരിക്കും. നോക്കാം. ഫസ്റ്റ് വൺ, ബിഫോർ ഹാൻഡിലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. കുഞ്ഞിന് നമ്മൾ എടുക്കുന്നതിന് മുൻപ് എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അത് എന്ത് ചെയ്യുക, ഹാൻഡ് വാഷ് ചെയ്തതിനു ശേഷം മാത്രമേ കുഞ്ഞുങ്ങൾ നമ്മൾ എടുക്കാൻ പാടുള്ളൂ അല്ലേ. അതെല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം പൊടികളും മറ്റും അണുക്കളുകൾ നമ്മുടെ കയ്യിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുഞ്ഞിനെ എടുക്കുമ്പോൾ അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. ബോക്സിനൊക്കെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ കുഞ്ഞുങ്ങൾ നമ്മൾ എടുക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴും കൈകൾ എപ്പോഴും വാഷ് ചെയ്യുക, ക്ലീൻ ആയിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മളെ കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് പാടുള്ളൂ. സെക്കൻഡ് വൺ, റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. അതായത് റൂംസ്, അതായത് ബേബിക്കും മദറിനും ഒരു സെയിം റൂം തന്നെ കൊടുക്കാറ്. എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. അമ്മയും കുഞ്ഞും കൂടി ഒരു റൂമിലായിരിക്കും. കീപ്പിംഗ് ദ ബേബി വാം. ബേബിയുടെ ചൂട് എപ്പോഴും നിലനിർത്തുകയാണ്. അതായത് ടെമ്പറേച്ചർ എപ്പോഴും നിലനിർത്തുക. ചൂട് കുറവാണെങ്കിൽ നമ്മൾ കുഞ്ഞിനെ ചൂടിലേക്ക് കൊണ്ട് എടുത്ത് ബേബി റേഡിയന്റ് വാമറിലൊക്കെ നമ്മൾ കുഞ്ഞിനെ വെക്കാറുണ്ട്. സോ ബേബിയുടെ ചൂട് എപ്പോഴും ക്രമീകരിക്കുക. നെക്സ്റ്റ് വന്നില്ല ഒരു കറക്ഷൻ ഉണ്ട്. എക്സ്പാൻ ആണോ കിടക്കുന്നത് ടെക്സ്റ്റില്? എക്സ്പാൻ ആണോ? EXP എന്നാണോ നോട്ട് ചെയ്തത്? എക്സ്പാൻ ആണോ? ഓക്കെ, അത് എക്സ്ട്രാ എന്നാണ് കേട്ടോ. എക്സ്ട്രാ, EXTRA, എക്സ്ട്രാ ആക്കി കൊടുക്കുക. എക്സ്ട്രാ. തിരുത്തിയോ? എക്സ്ട്രാ ആക്കിയോ? Okay, extra care should be taken to the temperature in preterm and low birth weight baby. Extra care, അതായത് എക്സ്ട്രാ കെയർ കുറച്ചും കൂടി കൂടുതൽ കെയർ കൊടുക്കണമെന്ന്. ടു ബി ടേക്കൻ ടു ദ ടെമ്പറേച്ചർ ഇൻ, അതായത് ചൂടിലൊക്കെ കുറവാണെങ്കിൽ പ്രീമച്ചുർ ആയിട്ടുള്ള ബേബീസിനാണ്. പ്രീടേം എന്ന് വെച്ചാൽ പ്രീമച്ചുർ ബേബി. പ്രീമച്ചുർ ബേബി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പ്രീമച്ചുർ ബേബി എന്ന് ആ ഒരു ടേം നമ്മൾ കേട്ടിട്ടുണ്ടാവും എപ്പോഴും. എന്താ പ്രീമച്ചുർ ബേബി എന്ന് പറയുന്നത്? നിങ്ങളുടെ അറിവിൽ എന്താണ് പ്രീമച്ചുർ ബേബി? ആൻസർ ഒന്ന് കമന്റ് ചെയ്യാമോ? പ്രീമച്ചുർ ബേബി എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം
മാസത്തേക്കാണ് ഇവരുടെ ഡെലിവറികൾ. ഇപ്പൊ ഒരു 7th മന്തിലൊക്കെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് കുഞ്ഞിനെ നമ്മൾ ഡെലിവറി ചെയ്തെടുക്കേണ്ട അവസ്ഥയൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എപ്പോഴും ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കും. ലോ ബർത്ത് വെയിറ്റ്, നോർമൽ ബർത്തിനാണെങ്കിൽ വളരെ ലോ ബർത്ത് ആയിരിക്കും. സോ അവർക്ക് ടെമ്പറേച്ചർ ആവശ്യമാണ്. അപ്പൊ സ്പെഷ്യൽ പരിശീലനം കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ അവർക്ക് ടെമ്പറേച്ചറിലേക്ക് നിലനിർത്തുക കുഞ്ഞിനെ. ഓക്കെ, ലോ ബർത്ത് വെയിറ്റ് കേട്ടോ, LBW, ലോ ബർത്ത് വെയിറ്റ്, LOW, ലോ എഴുതി വെക്കാം കേട്ടോ. LBW എക്സാമിന് ചോദിക്കും. LOW, ലോ, BIRTS, ബർത്ത് വെയിറ്റ് പറയുമ്പോ തന്നെ എഴുതി പോകാം കേട്ടോ. ലോ ബർത്ത് വെയിറ്റ്. ഓക്കെ, എക്സ്ട്രാ എന്നുള്ളത് തിരുത്തിയല്ലോ, എക്സ്ട്രാ എന്നുള്ളത് മാറ്റി എക്സ്ട്രാ ആക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? LBW, then എക്സ്ട്രാ എഴുതിയോ? ഓക്കെ, അപ്പൊ എക്സ്ട്രാ കെയർ കൊടുക്കുക ലോ ബർത്ത് വെയിറ്റ് ഉള്ള ബേബീസിന്. Then keep the cord dry and clean. എന്താ keep the cord dry? cord എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പൊക്കിൾക്കൊടി എന്നെ കുഞ്ഞു ജനിക്കുമ്പോ ആ പൊക്കിൾക്കൊടിയുടെ അവിടെ എപ്പോഴും ഡ്രൈ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. കുഞ്ഞിക്ക് നമ്മള് തന്നെ നോർമലി ഒരു 6 days 5 days ആകുമ്പോൾ തന്നെ പോകും അല്ലേ. അപ്പൊ അതിക്ക് മുന്നേ തന്നെ നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ മറ്റും അവിടെയൊക്കെ എപ്പോഴും ഡ്രൈ ആയിരിക്കുക, ക്ലീൻ ചെയ്തിരിക്കുക. കാരണം ഇൻഫെക്ഷൻസ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി മറ്റും ആ ഒരു ഏരിയ എപ്പോഴും ഡ്രൈ ആയിരിക്കുക, ക്ലീൻ ചെയ്യുക. ഇതൊക്കെ നോർമൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ ബോൺസിന് നമ്മൾ പൊക്കിൾക്കൊടി ചിലപ്പോൾ ചിലവർക്ക് ഇച്ചിരി വല്ല പഴുപ്പോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ ഇട്ടത് കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക്. Then the care provider should prescribe the newborn at a given interval after delivery. Care provider കെയർ കൊടുക്കുന്ന നഴ്സസും മറ്റും. Then prescribe the newborn at given intervals after delivery. അതായത് ഡെലിവറിക്ക് ശേഷം നിശ്ചിത ഒരു ഇടവേളകളിൽ കുഞ്ഞിനെ വന്നിട്ട് അവരൊന്ന് കാണണം. കാണണം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഫീഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഒരു പൊസിഷൻ അല്ലെങ്കിൽ കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് ഉണർത്തി ഫീഡ് ചെയ്യിപ്പിക്കുന്നതൊക്കെ വന്ന് നഴ്സസോട് പറഞ്ഞു തരാറുണ്ട്. തരാറില്ലേ? ഉണ്ടോ? ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ നഴ്സുമാരിടയ്ക്ക് വരും അല്ലേ. കുഞ്ഞ് ഫീഡ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയാണ്, ഓക്കെ ആണോ, ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇല്ലേ. അപ്പൊ അതുകൊണ്ട് അവർ വന്ന് എന്ത് ചെയ്യുക, ഇടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫോർ പ്രോപ്പർ ന്യൂബോൺ കെയറിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ബിഫോർ ഹാൻഡിലിംഗ് ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. കുഞ്ഞിനെ നമ്മൾ എടുക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴും കൈ വാഷ് ചെയ്തിരിക്കണം. ദെൻ റൂമിംഗ് ഇൻ ദ ബേബി വിത്ത് മദറിനോട് കുഞ്ഞിനെ അമ്മയും കുഞ്ഞിനും ഒരു റൂം തന്നെ ആയിരിക്കുക. കീപ്പിംഗ് ദ ബേബി വാം, എപ്പോഴും ചൂട് നിലനിർത്തുക. എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൺ ടു ദ ടെമ്പറേച്ചർ ഇൻ പ്രീറ്റം ആൻഡ് ലോ ബർത്ത് വെയിറ്റ് ബേബി. ലോ ബർത്ത് വെയിറ്റ് ഉള്ള ബേബീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എക്സ്ട്രാ കെയറുകൾ കൊടുക്കുക. കീപ് ദ കോട്ട് ഡ്രൈ ആൻഡ് ക്ലീൻ. പൊക്കിൾക്കൊടി എപ്പോഴും ഡ്രൈ ആയിരിക്കുക, ക്ലീൻ ആക്കിയിരിക്കുക. കെയർ പ്രൊവൈഡർ ഷുഡ് പ്രിസർവ് newborn അറ്റ് ഗിവൻ ഇന്റർവൽസ്. നിശ്ചിത ഇടവേളകളിൽ കെയർ പ്രൊവൈഡർ വന്നിട്ട് കുഞ്ഞിനെ കാണുക. കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? പോയിന്റ്സുകളെല്ലാം ക്ലിയർ ആണോ? റിപ്ലൈ ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക. പോയിന്റ്സുകള് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലെ. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ഓരോ പോയിന്റും മീനിങ് മനസ്സിലാക്കി വായിക്കാം. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാം അല്ലേ. ദെൻ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു 5 പ്രാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. ഓക്കെ, വായിച്ചു നോക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ച് പ്രോട്ടോകോൾസുകൾ കാര്യങ്ങളൊക്കെ പാലിക്കണം അല്ലേ? ഒരു നോർമൽ ഒരു റൂമിലേക്ക് കയറുന്ന പോലെയാണോ ലേബർ റൂമിൽ കയറേണ്ടത്? ആണോ? ആർക്ക് വേണമെങ്കിലും ലേബർ റൂമിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുമോ? സാധിക്കോ? ഇല്ല അല്ലെ? അതിന് കുറച്ച് നിയമങ്ങളും ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. സോ നോക്കുക, എന്തൊക്കെയാണ് ഒരു ലേബർ റൂമിന്റെ എൻട്രി, അതായത് നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അമ്മമാരൊക്കെ ഉണ്ടാകാം. ഓക്കെ, എന്തൊക്കെയാണ് പ്രോട്ടോകോൾസ്? നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞോളൂ, ഒന്ന് കമന്റ് ചെയ്യാമോ? ഇതൊക്കെയാണ് ലേബർ റൂമിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഡ്രസ്സ്, ഓക്കെ, അവിടെ നിന്ന് തരുന്ന ഡ്രസ്സ് നമ്മൾ ധരിക്കുക. വേറെ എന്തൊക്കെയാണ്? അതൊന്നും ഓർമ്മയില്ല, ആലോചിച്ച് നോക്കി. ലേബർ റൂമിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ളവരുണ്ടാവുമല്ലോ, അവർക്കറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ്. സ്ലിപ്പേഴ്സ്, സെപ്പറേറ്റ് സ്ലിപ്പേഴ്സ് ഉണ്ടാകും. മാസ്ക്, ഓക്കെ, പെർമിഷൻ, അപ്പുറത്തുന്ന ഒരാൾക്ക് പെർമിഷൻ വേണം. ഓക്കെ, അതെന്തൊക്കെയാണ്? ഓർണമെന്റ്സ് ഒന്നും പാടില്ല. ഓക്കെ, റൈറ്റ് ആൻസർ ആണ് അല്ലെ? നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ഓർണമെന്റ്സ് നമ്മളുടെ ബൈസ്റ്റാൻഡർ, നമ്മളുടെ ബന്ധുക്കളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. വേറെ എന്തൊക്കെയാണ്? അത്രയുള്ളൂ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റ്സുകളും കറക്റ്റ് ആണ് കേട്ടോ. ഫ്യൂ മന്ത്സ് അലോട്ട്മെന്റ്, ഫ്യൂ മന്ത്സ് എന്നാണോ? ഓക്കെ. Then നോക്കാം പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കാം. Entry to the labor room should be indirect. Typically, a buffer zone requires to be made if possible to change of shoes, wear of mask and cap before getting into the labor room. ലേബർ റൂമിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നമ്മളുടെ ഷൂസ് ചേഞ്ച് ചെയ്യുക. നമ്മൾ ഇട്ടുകൊണ്ടുള്ള നമ്മുടെ നോർമൽ നമ്മുടെ ചെരുപ്പ് തന്നെയാണോ നമ്മള് ലേബർ റൂമിനുള്ളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്? ആണോ? അവിടെ നമ്മുടെ ചെരുപ്പ് ഊരിയിട്ട് അവിടെ സ്ലിപ്പർ ഉണ്ടാകും ഇല്ലേ? ലേബർ റൂമിന്റെ അകത്ത് മാത്രം ഇടുന്ന സ്ലിപ്പറുകൾ കൊടുത്തിട്ടുണ്ടാകും. ആ സ്ലിപ്പർ വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ആരെങ്കിലും നമ്മളുടെ സ്വന്തം നോർമൽ ഒരു ഷൂ വെച്ചാട്ടാണോ, ഷൂ ഉപയോഗിച്ചിട്ടാണോ കയറുന്നത് ലേബർ റൂമില്? അങ്ങനെയാണോ? അല്ല, പുറമെ നമുക്കറിയാം ലേബർ റൂമിന്റെ ഉള്ളിൽ മാത്രം ഇടുന്ന സ്ലിപ്പേഴ്സ് ഉണ്ടാകും. സോ ആ സ്ലിപ്പർ ധരിക്കുക. ദെൻ മാസ്ക് ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ ക്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത്. ദെൻ അതുപോലെ ലേബർ റൂമിൽ എന്ന് പറയുന്നത് എന്താണ്? എൻട്രി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണ്. ആർക്ക് റൂമിൽ പ്രവേശിക്കാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇതുപോലെ ഒരു ബഫർ സോൺ വെച്ചിട്ടുണ്ടാവും. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ ലേബർ റൂമിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു എൻട്രി മീൻസ് അകത്തേക്ക് പ്രവേശനം അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിലെ ലേബർ റൂം എന്നൊക്കെ ഭംഗിയായിട്ട് വലിയൊരു ബോർഡ് പോലെയൊക്കെ വെച്ചിട്ടുണ്ടാകും. ദെൻ സ്ലിപ്പർ ധരിക്കുക, ദെൻ മാസ്ക് ധരിക്കുക, ക്യാപ്പ് ധരിക്കുക. Then second point, entry to the labor room should be permitted only to the pregnant woman, her birth partner, doctor, nurse, ANM on duty. Underline ചെയ്യാം കേട്ടോ. ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളത് ആർക്കൊക്കെയാണ്? ഓക്കെ, ദ പ്രഗ്നന്റ് വുമണിന് ഹർ ബർത്ത് പാർട്ണർ, ദെൻ ഡോക്ടർ, നഴ്സ്, ANM അറിയാമോ? ANM ഫുൾ ഫോം എന്തായിരുന്നു? ANM ഓർക്കുന്നുണ്ടോ? ഫുൾ ഫോം നമ്മൾ പഠിച്ചതാണ്. ANM ഓക്സിലറി എന്തായിരുന്നു? എല്ലാവരും മറന്നുപോയോ? ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ് വൈഫ്. ഓക്കെ, അപ്പോ ഡോക്ടറും നേഴ്സും ദെൻ ഓക്സിലറി നഴ്സസും ദെൻ അതുപോലെ പ്രഗ്നന്റ് വുമൺ ആൻഡ് ബർത്ത് പാർട്ണർ, ഇവർക്കാണ് മെയിൻ ആയിട്ട് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളത്. അതർ സപ്പോർട്ട് സ്റ്റാഫ്, അതുപോലെ മറ്റ് സപ്പോർട്ട് സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് ബി അലൗഡ് പീരിയോഡിക് എൻട്രി. ക്ലീനിങ് സ്റ്റാഫ് അലൗഡ് ചെയ്യുന്നത് പീരിയോഡിക് എൻട്രിയിൽ മാത്രം. അതായത് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ ക്ലീനിങ് സ്റ്റാഫിന് മുകളിൽ എൻട്രി ചെയ്യണം. ദെൻ ഡെലിവറി ടൈമില് അകത്തേക്ക് പ്രവേശനം എന്ന് പറയുന്നത് പ്രഗ്നന്റ് വുമണിനും ബർത്ത് പാർട്ട്ണർ, ഡോക്ടർ, നഴ്സ്, ANM. ഓക്കെ, ഇത്രയും ബർത്താണ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ? ആർക്കൊക്കെയാണ് എൻട്രി ഉള്ളത്? എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. മൂന്നാമത്തെ പോയിന്റ് നോക്കാം.
Before getting into the room, slippers, cap, and mask should be worn by all visitors, including the companion. അതുപോലെ തന്നെ ഇപ്പോ ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് മറ്റു നമ്മൾ ആരെങ്കിലും ഇപ്പൊ ബൈസ്റ്റാൻഡറെയോ അല്ലെങ്കിൽ കമ്പാനിയനോ പ്രവേശിപ്പിക്കുമ്പോഴും അവർക്കും ആ സ്ലിപ്പേഴ്സ് കൊടുക്കുക, ക്യാപ്പ് ധരിക്കണം, മാസ്കും ധരിച്ചിരിക്കണം. ഓക്കെ. Then last one, any visits of people other than on duty staff. ഡ്യൂട്ടി സ്റ്റാഫ്, ലേബർ റൂമിൽ സ്റ്റാഫ് അല്ലാതെ മറ്റ് വിസിറ്റേഴ്സ് ലേബർ റൂമിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ pregnant woman and birth companion to the labor room should be short and time to task such as cleaning etc. അതായത് സ്റ്റാഫുകൾ അല്ലാതെ പ്രവേശിക്കുമ്പോൾ, അതായത് ഇപ്പൊ ചിലപ്പോൾ കമ്പാനിയൻ ആവണം, ബൈസ്റ്റാൻഡർ ആരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ വളരെ ഒരു ഷോർട്ട് ടൈമിൽ, ഒരു കുറച്ച് നേരം ടൈം മാത്രം അലൗഡ് ചെയ്യാൻ പാടുള്ളൂ. അധികം നേരത്തെ ഒന്ന് സംസാരിക്കാനോ അതിനുള്ളിൽ അധികം നേരം നമ്മൾ നിർത്തില്ല. such as cleaning, anyway cleaning staff ഉൾപ്പെടെ അധിക നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ്, അതായത് ഷോർട്ട് ടേം മാത്രമേ അവിടെ സംസാരിക്കാനോ അല്ലെങ്കിൽ അവിടെ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ, ക്ലീനിങ് സ്റ്റാഫ് ഒഴികെ. സോറി, ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ കേട്ടോ. ക്ലീനിങ് സ്റ്റാഫ് ആ ക്ലീനിങ് പെട്ടെന്ന് ക്ലീൻ ചെയ്യുക, അന്നേരം അവർ പുറത്തേക്ക് പോകണം. ലാസ്റ്റ് വൺ, male staff entry should be confined only to those who are on duty or have been called for any accessories and fittings. They should be humble and gracious to the dignity and privacy of women. ഇനി മെയിൽ സ്റ്റാഫ് എൻട്രി ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ആക്സസറീസോ ടെക്നീഷ്യന്മാരോ അല്ലെങ്കിൽ ഫിറ്റിംഗ്സിനൊക്കെ വേണ്ടിയിട്ട് മെയിൽ സ്റ്റാഫ് എൻട്രി ചെയ്യുകയാണെങ്കിൽ, ഈ ലേബർ റൂമിന്റെ ഉള്ളിൽ ഡ്യൂട്ടിക്ക് ഉണ്ടെങ്കിൽ അവര് എന്താണ് എന്ത് വേണം, അവര് നമുക്ക് അകത്തിടക്കുന്ന പ്രഗ്നന്റ് വുമൺ ആണ്. സോ സ്ത്രീകളോട് എന്താ ഒരു മാന്യമായിട്ടും വളരെ ഹംബിൾ ആയിട്ടും നല്ലൊരു രീതിയിൽ, അല്ലെങ്കിൽ വുമണിന്റെ പ്രൈവസിക്കും വുമണിന്റെ ഡിഗ്നിറ്റിക്കും വേണ്ടി ഒരു സ്വകാര്യതയോടും ഒരു വിനയത്തോട് കൂടിയിട്ടായിരിക്കണം പെരുമാറേണ്ടത്. അങ്ങനെയുള്ളവരായിരിക്കണമെന്ന് അവിടെ എൻട്രി ചെയ്യുന്ന മെയിൽ സ്റ്റാഫ്. പ്രഗ്നന്റ് വുമൺ ആണല്ലോ കിടക്കുന്നത്. സോ സ്ത്രീകളുടെ ആ ഒരു അന്തസ്സിനും അല്ലെങ്കിൽ സ്ത്രീകളോട് ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ഇങ്ങനെയുള്ള മെയിൽ സ്റ്റാഫുകൾ. ഓക്കെ, വായിച്ചു നോക്കാം പോയിന്റ്സ്. പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ഒന്നും കൂടി പറയണോ? റിപ്പീറ്റ് ചെയ്യണോ? പോയിന്റ്സ് ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ഓരോ പോയിന്റ്സ് മനസ്സിലാക്കി. ലാസ്റ്റ് വൺ പറയുന്നത് മെയിൽ സ്റ്റാഫുകൾ ഉണ്ടാകുമല്ലോ ലേബർ റൂമിന്റെ ഉള്ളില്. ചിലപ്പോൾ ടെക്നിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസറീസ് ഫിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടാകാം. അപ്പോ അങ്ങനെയുള്ള മെയിൽ സ്റ്റാഫുകൾ സ്ത്രീകളോട് ഒരു ബഹുമാനിക്കുന്ന രീതിയിൽ മോശമായിട്ടൊന്നും പെരുമാറാൻ പാടില്ല. സ്ത്രീകളോട് ഒരു ബഹുമാനം, ഒരു സ്ത്രീകളുടെ അന്തസ്സിനും അങ്ങനെ ഒരു ചേർന്ന രീതിയിലുള്ള പെരുമാറ്റമായിരിക്കണം അവരുടെ ബിഹേവിയർ. ഓക്കെ, ക്ലിയർ ആയോ പോയിന്റ്? ലാസ്റ്റ് പോയിന്റ് ചോദിച്ചത് ക്ലിയർ ആയി? ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കാം. ഇനി എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഫോർത്ത് വൺ ആണോ?
അതായത് ഇപ്പോ ലേബർ റൂമിനുള്ളിൽ വിസിറ്റിന് ആരെങ്കിലും പ്രവേശിക്കുമ്പോൾ, അതായത് ഡ്യൂട്ടി സ്റ്റാഫ് അല്ലാതെ ഇപ്പോ പ്രഗ്നന്റ് ആ ഒരു കമ്പാനിയൻ, ബർത്ത് കമ്പാനിയനോ അല്ലെങ്കിൽ മറ്റ് വിസിറ്റേഴ്സ് അതിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രം അതിനുള്ളിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഇപ്പൊ ക്ലീനിങ് സ്റ്റാഫിനാണെങ്കിലും ക്ലീനിങ് ചെയ്യാം, പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണം. കാരണം അധികം നേരം ആരെയും അതിനുള്ളിൽ നിർത്തില്ല, കാരണം ഇൻഫെക്ഷൻസ് ഒക്കെ പുറത്തുനിന്ന് കയറുന്നതിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? എല്ലാം പറയാലോ? ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചേക്കട്ടെ. നമ്മൾ പഠിച്ചതാണോ ഓൾറെഡി, എങ്കിലും ഒന്ന് എഴുതി വെച്ചേക്കൂ. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണോ? ഓക്കെ. എല്ലാം ഫുൾ ഫോം എന്തായിരുന്നു? ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ്. ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ്. അതായത് ഇപ്പൊ ഡ്യൂട്ടി സ്റ്റാഫോ പ്രഗ്നന്റ് വുമണും ബർത്ത് കമ്പാനിയനും ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ പുറമേന്ന് വന്നാലും അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പാടില്ലെന്നും കൂടിയുള്ള ഒരു മീനിങ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ലേബർ റൂമിൽ ഇപ്പൊ നമ്മള് ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിലും അധികം നേരം നമുക്ക് വിസിറ്റേഴ്സിനൊന്നും അലൗഡ് ചെയ്യില്ല. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ ഐസിയുലൊക്കെ ആണെങ്കിലും തന്നെ ഒരുപാട് നേരം നമ്മള് ഇപ്പൊ ബൈസ്റ്റാൻഡർ ജസ്റ്റ് ഒന്ന് ആർക്കെങ്കിലും കയറി കാണണമെന്നുണ്ടെങ്കിലും അധികം നേരം നമ്മള് അലൗഡ് അല്ല. ഓക്കെ, ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പ്രഗ്നന്റ് വുമണും അതുപോലെ ഒരു ബർത്ത് കമ്പാനിയനും ഉണ്ട് അതിനുള്ളില്ല. അപ്പോ പക്ഷെ അധികം നേരം അത് അലൗഡ് ടൈമും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, then next എഴുതിയില്ലേ? ഫുൾ ഫോം എഴുതിയോ? ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ് എഴുതിയോ? ഓക്കെ, then next നോക്കാം. Protocols for working in the labor room. ലേബർ റൂമില് വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രോട്ടോകോൾസുകൾ എന്തൊക്കെയാണെന്ന്. ഇവിടുത്തെ സ്റ്റാഫുകളും മറ്റും വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പൊ അവർക്കുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. All the staff must wear personal protective at the time of performing delivery. ഡെലിവറിയുടെ ആ ഒരു ടൈമില് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിരിക്കണം, PPE ധരിച്ചിരിക്കുക. And at all other times caps and mask must be worn. അല്ലാത്ത മറ്റു ടൈമുകളില് ക്യാപ്സും മാസ്കും ധരിച്ചിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? സ്റ്റാഫ് എന്ത് ചെയ്യുക? ഡെലിവറി ടൈമിൽ എപ്പോഴും എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഉപയോഗിക്കുക. ഡെലിവറിയുടെ ആ ഒരു പെർഫോമിംഗ് ടൈമില്ല, മറിച്ച് ബാക്കി വരുന്ന ടൈമുകളിൽ എപ്പോഴും ക്യാപ്പും മാസ്കും ധരിച്ചിരിക്കണം. സെക്കൻഡ് പോയിന്റ്, disposable sterile gloves should be used after accurate hand washing while examining or the delivery. അതായത് എന്താണ്? ഡിസ്പോസബിൾ ഗ്ലൗസുകൾ നമ്മൾ ധരിക്കുന്ന കൈയുറകളിൽ ഗ്ലൗസുകൾ, ഡിസ്പോസിബിൾ ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള ഗ്ലൗസുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും പേഷ്യന്റിനെ നോക്കുമ്പോൾ പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ ഡെലിവറി സമയത്തും കൃത്യമായിട്ടും സ്റ്റെറൈൽ ചെയ്ത് കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. Protocol for infection prevention, that is, adherence sorting out the disposable in the bins should be strictly be adhered, and protocol poster should be wall mounted in the area where color coded bins are located. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഗ്ലൗസ് പരിശോധിക്കുമ്പോഴും ഡെലിവറി സമയത്തും സ്റ്റെറൈൽ ഒക്കെ ചെയ്ത് വേണം ഉപയോഗിക്കാൻ. ദെൻ എന്താണ്? നമ്മളെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ, അണുബാധ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടോകോൾസുകൾ പാലിക്കുക. അതിനു വേണ്ടിയിട്ട് പോസ്റ്ററുകളും മറ്റും വെക്കാണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ പറഞ്ഞു ഗൈനക്കോളജി
ആ ഒരു റൂമിലും അതുപോലെ തന്നെ ഓപ്പറേഷൻ നമ്മുടെ ലേബർ റൂമിലേക്ക് പുറത്തൊക്കെ ആയിട്ട് പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മിക്ക ഏരിയകളിലുണ്ടാവും. ഇപ്പൊ കുട്ടികളുടെ ഡോക്ടറിന്റെ റൂമിലാണെങ്കിൽ അല്ലെങ്കിൽ പുറമേയൊക്കെ തന്നെ പോസ്റ്ററുകളൊക്കെ ഉണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ വാക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ പുതിയ ഏതെങ്കിലും പകർച്ചവ്യാധികളെ കുറിച്ചോ മറ്റും നമ്മളെ മീൻസ് കുറച്ച് അറിവ് കിട്ടുക, അവയർനെസ് പോലെയുള്ള പോസ്റ്ററുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? പോസ്റ്ററുകൾ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. പോസ്റ്ററുകളൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഗൈനക്കിന്റെ ആണെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ വരുന്ന അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്ററുകൾ മറ്റുണ്ടാകും. ഇവിടെയും അങ്ങനെ നമ്മൾ പ്രോട്ടോകോൾസ് പാലിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ള പോസ്റ്ററുകൾ വെക്കുക. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ സോർട്ടിംഗ് ഔട്ട് ആയിട്ടുള്ള നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങൾ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ബിൻസ്, അത് കളർ കോഡുള്ള ബിൻസിൽ നമ്മൾ നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകണേ. ഇനി വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇനി നെക്സ്റ്റ്. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കളർ കോഡ് ബിൻസ്, അതായത് ഓരോ ഇപ്പൊ നമ്മള് ഇപ്പൊ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടുന്ന വേറൊരു ബിൻ ഉണ്ടാകും, അല്ലെങ്കിൽ പേപ്പർ ടൈപ്പ് മാലിന്യങ്ങൾ, ഫുഡ് വേസ്റ്റുകൾ ഇടാനായിട്ട് ബിന്ന്, അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബിൻസ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ കാണാറുണ്ട് അല്ലെ? അപ്പോൾ ഇവിടെയും ലേബർ റൂമിലും അതിൽ സെപ്പറേറ്റ് കളർ കോഡ് ബിൻസ് വെച്ചിട്ടുണ്ടാകും. സോ അത് ആ കളർ കോഡ് ബിൻസിലൊക്കെ തന്നെ കൃത്യമായിട്ട് നിക്ഷേപിക്കാം. ഫീഡിങ്ങിനൊക്കെ പ്രാധാന്യം കാണിക്കുന്ന പോസ്റ്റർ ഉണ്ടാകും. അങ്ങനെ ആ ഒരു സെക്ഷൻ ഇപ്പൊ എല്ലായിടത്തും ഇതുപോലെ പോസ്റ്ററുകൾ ഉണ്ടാകും അല്ലെ? ലേബർ റൂം എന്ന് പറയുമ്പോൾ ലേബർ കുഞ്ഞുങ്ങളോ ന്യൂബോൺസിനും അല്ലെങ്കിൽ അതുപോലെ ഫീഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള പോസ്റ്റേഴ്സുകളൊക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവും. ഇമ്മ്യൂണൈസേഷന്റെ ഉണ്ടാകും, രോഗപ്രതിരോധങ്ങള് അല്ലെങ്കിൽ എങ്ങനെയാണ് കുത്തിവയ്പ്പുകളെ കുറിച്ചും അങ്ങനെയുള്ള പോസ്റ്ററുകളൊക്കെ ആയിരിക്കും കൂടുതൽ. വായിച്ചു നോക്കിക്കോളൂ. പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. പോയിന്റ്സുകളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അത് ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട ഒരു സെക്ഷൻ അല്ല അല്ലെ? അതർസ് എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് പ്രോട്ടോകോൾസുകൾ കൃത്യമായിട്ട് പാലിക്കുക, നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പാലിക്കുക. കംപ്ലീറ്റ് ചെയ്ത ഓരോ പോയിന്റ്സ്. പ്രോട്ടോകോൾസ് സെക്കൻഡ് പോയിന്റ് ആണോ? സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പരിശോധിക്കുമ്പോഴും പേഷ്യന്റിനെ പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ ഡെലിവറി സമയത്തും ഗ്ലൗസ് ധരിക്കണം അല്ലെ? ഗ്ലൗസ് ധരിക്കണം നിർബന്ധമാണ്. സോ ഈ ഗ്ലൗസ് ധരിക്കുന്നതിന് മുമ്പായിട്ട് ആ ഗ്ലൗസുകളൊക്കെ കൃത്യമായിട്ട് സ്റ്റെറൈൽ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. സെക്കൻഡ് വൺ പറയുന്നത് അണുബാധ, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫെക്ഷൻസിന് നമ്മൾ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? സ്ട്രിക്ട്ലി ആയിട്ടുള്ള പ്രോട്ടോകോൾസ് പാലിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രോട്ടോകോൾസിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ നമ്മൾ ഭിത്തിയിൽ വെച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗശേഷം അത് ഡിസ്പോസിബിൾ ചെയ്യാനായിട്ടുള്ള ബിൻസ് ഉണ്ടാകും. അത് സ്ട്രിക്ട്ലി കറക്റ്റ് ആയിട്ട് ഇപ്പൊ കളർ കോഡ് അനുസരിച്ച് വെച്ചിട്ടുണ്ടാകും. ഇപ്പോ ഷാർപ്പ് വേസ്റ്റുകൾ അങ്ങനെ ഓരോ സെപ്പറേറ്റ് ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് ചെയ്യില്ല. ഇപ്പൊ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് ബിന്നുകൾ ഉണ്ടാകുമല്ലോ. അതുപോലെ ലേബർ റൂമിന്റെ ഉള്ളിലും സെപ്പറേറ്റ് കളർ കോഡ് ബിൻസ് ഉണ്ടാകും. അതിൽ കൃത്യമായിട്ട് അത് വേസ്റ്റുകളൊക്കെ മറ്റും നിക്ഷേപിക്കും.
ക്ലിയർ ആയോ സെക്കൻഡ് പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാലോ. നെക്സ്റ്റ് വൺ നോക്കാം. സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. ലേബർ റൂമിന്റെ ആ ഒരു ക്വാളിറ്റി കെയറിനെ ഉള്ള ഒരു സൂപ്പർവിഷൻ എങ്ങനെയാണെന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, should have a neatness checklist for evaluation that should be completed and signed by the supervisor who conduct a visit of the labor room. അതായത് ലേബർ റൂം സന്ദർശിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സൂപ്പർവൈസർ, ലേബർ റൂമിന് ബന്ധപ്പെട്ട സൂപ്പർവൈസർ ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണമെന്ന്. സൂപ്പർവൈസർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ട് സൈൻ ചെയ്തിരിക്കണം. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ ലേബർ റൂമിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ക്ലീൻ ആണോ, അല്ലെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്തൊക്കെ കൊടുക്കാന്ന് പറയില്ലേ, ഒരുപാട് ക്വസ്റ്റ്യനും അതിന്റെ നമ്മള് ഗുഡ് ബാഡ് എന്നൊക്കെ പറഞ്ഞ് ടിക്ക് ചെയ്ത് കൊടുക്കില്ലേ ചെക്ക് ലിസ്റ്റ്. ക്ലിയർ ആണോ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞത്? അതായത് ഇപ്പൊ ഒരു ലേബർ റൂം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങള് ക്വസ്റ്റ്യൻ പോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും. നമ്മൾ അതിന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണോ, ഗുഡ് ഓർ ബാഡ്, അല്ലെങ്കിൽ ഇവിടെ ക്ലീനിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കെയർ എങ്ങനെയാണ്. അപ്പോ അദ്ദേഹമാണ് ഇത് ചെയ്യുന്നത്. സൂപ്പർവൈസർ ആണ് ചെക്ക് ലിസ്റ്റ്. മൂല്യനിർണ്ണയത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ലേബർ റൂമിന്റെ പ്രോസസ് ഒക്കെ ഓക്കെ ആണോ, ക്ലീനിങ് ആണോ, പേഷ്യന്റിന് നല്ല പരിചരണം അവിടെ ലഭിക്കുന്നുണ്ടോ, ഇതിനൊക്കെ വേണ്ടിയിട്ട് മൂല്യനിർണ്ണയം നടത്താനായിട്ട് നീറ്റ്നെസ് ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് കൊണ്ടുവരുന്നു. ദെൻ അദ്ദേഹം ചെക്ക് ലിസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് സൈൻ ചെയ്യുന്നു. ഓക്കെ, ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേട്ടോ, കാരണം എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ് ഇവാലുവേഷൻ സൈൻ ചെയ്തത് ആരാണെന്ന്. സൈൻഡ് ബൈ സൂപ്പർവൈസർ. സൂപ്പർവൈസർ എന്നുണ്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, second point note, the facility in charge should visit labor room twice during each week. Facility in charge, labor room in charge should visit labor room twice during each week. അതായത് എന്താണ്, എല്ലാ ആഴ്ചയിലും 2 തവണയെങ്കിലും ഇൻചാർജ് വിസിറ്റ് ചെയ്തിരിക്കണം ലേബർ റൂം. ഓക്കെ, the OPG or MU, OPG എന്ന് പറഞ്ഞാൽ എന്താണ്? OBG, OBG, obstetrics and gynecology. എഴുതി വെക്കുക, obstetrics and gynecology. ഓക്കെ, MU എന്ന് പറഞ്ഞാൽ മോണിറ്ററിംഗ് യൂണിറ്റ്. MU മോണിറ്ററിംഗ് യൂണിറ്റ് പരിശോധിക്കുന്ന ഒരു യൂണിറ്റ്, അതാണ് obstetrics എന്ന് പറയുന്നത്. obstetrics and gynecology. The OBG MU in charge of the labor room is required visit the labor room twice every day. ഇനി ഗൈനക്കോളജിയില അല്ലെങ്കിൽ obstetrics and gynecology മോണിറ്ററിംഗ് യൂണിറ്റിലെ ഇൻചാർജ് ദിവസത്തില് എവറി ഡേ, ഓരോ ദിവസവും 2 പ്രാവശ്യം ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ഇതെല്ലാം വിസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകാം അവിടെ, പക്ഷെ അത് ഓരോരുത്തരും കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയാം അവിടെ. നോക്കാം, ഇൻചാർജ് അതായത് ഫെസിലിറ്റി ഇൻചാർജ് എന്ത് വേണം? ആഴ്ചയില 2 പ്രാവശ്യം വിസിറ്റ് ചെയ്തിരിക്കണം. ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഇൻചാർജ് ദിവസത്തില് ഓരോ ദിവസവും എവറി ഡേ ഇൻ ട്വൈസ്, എല്ലാ ദിവസവും 2 പ്രാവശ്യം വിസിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, then fourth one, the nursing supervisor or nurse in charge should visit at least once in every shift. അതുപോലെ എല്ലാ ഷിഫ്റ്റിലും 1 തവണയെങ്കിലും നഴ്സിംഗ് സൂപ്പർവൈസറും അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻചാർജ്, നഴ്സിംഗ് സൂപ്പർവൈസർ ദിവസത്തില് അല്ലെങ്കിൽ എവറി ഷിഫ്റ്റിലും ഒരു തവണയെങ്കിലും സന്ദർശിച്ചിരിക്കണം. എല്ലാ ഷിഫ്റ്റിലും 1 തവണ ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം OBG എന്ന് പറയുന്നത് ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. ഓക്കെ, ഓരോരുത്തരും എങ്ങനെയാണ് ലേബർ റൂം സന്ദർശിക്കേണ്ടത് അല്ലെ? ഓരോ സൂപ്പർവിഷനെ കുറിച്ചാണ് പറയുന്നത്. ഇൻചാർജ് വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയിൽ ഇൻചാർജ് വിസിറ്റ് ചെയ്യണം. സൂപ്പർവൈസർ, നഴ്സിംഗ് സൂപ്പർവൈസർ, ഇതെല്ലാം എങ്ങനെയാണ് ലേബർ റൂമില്
സൂപ്പർവൈസ് ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നാലാമത്തെ നമ്മൾ പറഞ്ഞു നഴ്സിംഗ് സൂപ്പർവൈസർ എല്ലാ ഷിഫ്റ്റിലും ഒരു തവണയെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, then fifth one, the supervisors should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and in a timely manner. അതുപോലെ സൂപ്പർവൈസർ അനലൈസ് വിശകലനം ചെയ്തിരിക്കണം അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ സപ്ലൈസ്, ലേബർ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ് അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അവിടേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം അവിടെ അവൈലബിൾ ആണോ. Then make sure that all essential practices are being done suitably and timely manner. കൃത്യസമയത്ത് സമയബന്ധിതമായി തന്നെ ഈ ഓരോ അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈസും അവിടെ എത്തിച്ചിരിക്കണം. ക്ലിയർ ആയോ? ഫിഫ്ത്ത് പോയിന്റ്, സൂപ്പർവൈസർ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, അവിടേക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടോ, അത് കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചു കൊടുക്കുക. Then sixth one, every month a labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part. ലേബർ റൂമില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടി, ലേബർ റൂമില് നമ്മൾ പരിചരണം കൊടുക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്ക് വേണ്ടിയും എവറി മന്ത്, അതായത് എല്ലാ മാസത്തിലും ഒരു ലേബർ റൂം പ്രാക്ടീസിന് വേണ്ടി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? They should ponder on ways to improve the quality in the labor room feedback. Okay, അതായത് they should ponder എന്ന് വെച്ചാൽ ചിന്തിക്കാവുന്ന ഒരു മീനിങ് ആണ്. ചിന്തിക്കാനോട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ക്വാളിറ്റി ആയിട്ടുള്ളത് ഇംപ്രൂവ് ചെയ്യുന്നത്. നമ്മൾ ലേബർ റൂമിൽ കൊടുക്കുന്ന പരിചരണം കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ട് ഏതെല്ലാം രീതിയിൽ നമുക്കത് ഇംപ്രൂവ് ചെയ്യാം, ക്വാളിറ്റി ആയിട്ടുള്ള കെയർ കൊടുക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കണം മീറ്റിംഗിൽ. Then ലേബർ റൂം ഫീഡ്ബാക്ക്, ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓഫ് സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഷുഡ് ബി ഓൾസോ ബി ഷെയർഡ് ഡ്യൂറിംഗ് ദിസ് മീറ്റിംഗ്സ്. അപ്പൊ ഈ ഒരു മീറ്റിംഗിൽ അതുപോലെ തന്നെ എന്താണ് മീൻസ് മേൽനോട്ടങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർവിഷന്റെ ആ ഒരു മേൽനോട്ടങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ, ലേബർ റൂമിലെ പ്രവർത്തനങ്ങളുടെ ഒരു ഫീഡ്ബാക്കുകളെ കുറിച്ചും പുതിയ ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ടുള്ള കെയർ എങ്ങനെ കൊടുക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗുകൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ലേബർ റൂം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ലേബർ റൂം should thus provide standardized and high quality services during childbirth. Control of infection and safety are also vital factors look into the labor room. ലേബർ റൂം എന്ന് പറയുമ്പോൾ ഉയർന്ന നിലവാരമുള്ളതും അല്ലെങ്കിൽ ഉയർന്ന നിലവാരമുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഹൈ ക്വാളിറ്റി സർവീസസ് ആണ് ഒരു ലേബർ റൂം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി അണുബാധ നിയന്ത്രണവും അതുപോലെ തന്നെ എന്താണ് സുരക്ഷയുമാണ് ഒരു ലേബർ റൂം ശ്രദ്ധിക്കേണ്ട പ്രധാന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു ലേബർ റൂമിന്റെ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം. അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ലേബർ റൂം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർവീസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ലേബർ റൂമിൽ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇൻഫെക്ഷൻ കൺട്രോളും ദെൻ സേഫ്റ്റി, സുരക്ഷയും അണുബാധ നിയന്ത്രണവും. ഓക്കെ, ക്ലിയർ ആണോ? പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പോയിന്റ്സുകൾ ഒന്ന് വായിക്കാം. സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ. മീൻസ് ചിന്തിക്കുക, പുതിയ നമുക്ക് എങ്ങനെയാണ് മീൻസ് നല്ലൊരു ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ക്വാളിറ്റി നമുക്ക് പുതിയ രീതിയിൽ എങ്ങനെ കൊടുക്കാം, ചൂടുള്ള ഹൈ ക്വാളിറ്റികൾ കൊടുക്കണോ, അങ്ങനെയുള്ള ചിന്തിക്കുക എന്നുള്ളൊരു മീനിങ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ചിന്തിക്കുക, ചർച്ച ചെയ്യാനൊക്കെ പറയില്ലേ. അപ്പൊ ഓരോരുത്തരുടെ ഓരോ ആശയങ്ങളൊക്കെ വരും നമ്മുടെ മീറ്റിംഗ്സിലൊക്കെ അല്ലേ.
ഫിഫ്ത് പോയിന്റ് ആണോ? അതായത് സൂപ്പർവൈസർ ലേബർ റൂമിന്റെ ഉള്ളില് ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, അതായത് സാധനങ്ങൾ, എക്യുപ്മെന്റ്സ് ആകാം, ചിലപ്പോൾ കോട്ടൺ ആകാം, അല്ലെങ്കിൽ ലിനനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് വിലയിരുത്തുക. അത് കൃത്യസമയത്ത് സമയബന്ധിതമായിട്ട് ടൈമിൽ ആവശ്യമുള്ള കറക്റ്റ് ടൈമിൽ തന്നെ ഇങ്ങനെയുള്ള സപ്ലൈസുകൾ ലേബർ റൂമിലേക്ക് എത്തിക്കുക. മോണിറ്ററിംഗ് യൂണിറ്റ്, മോണിറ്റർ ചെയ്യുന്ന ഒരു യൂണിറ്റ് പരിശോധിക്കുന്നതിനായിട്ടുള്ള OBG, ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മുടെ ലേബർ റൂം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഫസ്റ്റ് തുടങ്ങി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇനി ഏതെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് പറയുന്നത്. നോക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ടീച്ചർ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം പറയാം. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോയിക്കൊള്ളാം. ഓക്കെ, അപ്പൊ ലേബർ റൂം സർവീസ്. ലേബർ റൂം സർവീസ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റില് നമ്മൾ പറയുന്നത് ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. ദെൻ അവിടുത്തെ നോട്ടബിൾ ആയിട്ടുള്ള ഏരിയകൾ എന്ന് പറയുന്നത്, ഒരു മെറ്റേണിറ്റി വാർഡിന്റെ നോട്ടബിൾ ശ്രദ്ധേയമായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ദെൻ വീണ്ടും നമ്മൾ ലേബർ റൂമിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ LDR, ലേബർ ഡെലിവറി റിക്കവറി റൂം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ ചില ഹോസ്പിറ്റലുകളിൽ LDRP സ്യൂട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം. ഓക്കെ, LDRP, ദെൻ ബർത്തിങ് യൂണിറ്റ്. ഇതൊക്കെ ഓർത്തിരിക്കാട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ ലൊക്കേഷനിൽ നമ്മൾ പറഞ്ഞു കൺവീനിയന്റ് ആണ്, ബട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും. OT, ഓപ്പറേഷൻ തിയേറ്ററിന് അരികിലായിട്ടായിരിക്കും. OT അറിയാലോ, ഓപ്പറേഷൻ തിയേറ്റർ. ദെൻ ലേബർ റൂമിന്റെ ഡിസൈനിൽ നമ്മൾ പറഞ്ഞു അത്യാവശ്യം ഇനഫ് ലൈറ്റ് വേണം, പവർ ബാക്കപ്പ്, വെന്റിലേഷൻ, ഡ്രെയിനേജ് ഏരിയ, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, ടവൽസ്, ലിനൻസ് എക്സെട്ര. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് LDR, ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി കോംപ്ലക്സില് 3 സോൺസ് ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ ആൻഡ് ഡെലിവറി സോൺ. അപ്പൊ ഓരോ സോണിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്ന്. അൺസ്റ്റെറൈൽ സോണില് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. പ്രൊട്ടക്റ്റീവിനകത്ത് വരുന്നത് ചേഞ്ച് റൂം, പ്രീ ലേബർ, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. ഡെലിവറി സോണില് ക്ലീൻ സപ്ലൈ റൂം, സ്കബ് സ്റ്റേഷൻ, ഡെലിവറി റൂം. ഇത് പ്രത്യേകം പഠിക്കണം. കാരണം ചിലപ്പോ ഏതെങ്കിലും ഒരു ഏരിയ തന്നിട്ട് അത് ഏത് സോണിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരാം. ഇപ്പൊ പല രീതിയിലും അതിന് മാറ്റി തിരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. എന്തൊക്കെയാണ് ഒരു ലേബർ റൂമിൽ ഫെസിലിറ്റീസും റിക്വയർമെന്റ്സും? നഴ്സിംഗ് സ്റ്റേഷൻ, വെയിറ്റിംഗ് റൂം, സ്കബ് ഏരിയ എക്സെട്ര. ദെൻ പ്രോട്ടോകോൾസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ വാർഡിലും ലേബർ റൂമിലും പാലിക്കേണ്ട കുറച്ച് പ്രോട്ടോകോൾസുകൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് ലേബർ ടേബിൾ.
ലേബർ റൂമിൽ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ക്രൂഷ്യൽ ടൂൾ എന്ന് പറയുന്നത് ലേബർ ടേബിൾ ആണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണ് റേഡിയൽ കോമർ, സ്റ്റെറിലൈസേഴ്സ്, ഫോയിറ്റൽ ഡോപ്ലർ, ഫോയിറ്റൽ ടോപ്പോ കാർഡിയോഗ്രാഫ്. ഓക്കെ, ദെൻ മെഷർ ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. നമ്മൾ ആ സേഫ്റ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു PPE ധരിക്കുക, ഫിറ്റിംഗ് ക്ലോത്ത്സ് ധരിച്ചിരിക്കണം, ഇൻസ്ട്രുമെന്റ്സും സ്റ്റെറിലൈസ് ഒക്കെ ചെയ്തിരിക്കുക, എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ദെൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. ലേബർ റൂമിൽ എടുക്കേണ്ട പ്രിക്കോഷൻസുകൾ: ഹാൻഡ് വാഷ് ചെയ്യുക, പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് ധരിക്കണം, ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ ചെയ്യുക, സ്റ്റെറിലൈസ് ഒക്കെ ചെയ്യുക. ദെൻ വീണ്ടും നമ്മൾ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് അണുമുക്തമാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ദെൻ ദ ലേബർ റൂം കണക്ടിംഗ് പാസേജ് ഷുഡ് ബി ക്ലീൻഡ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അണ്ടർലൈൻ ചെയ്താൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ദെൻ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ എന്തൊക്കെയാണ് അവിടെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞായിരുന്നു അല്ലെ. സ്റ്റാഫുകള് റിസ്ക് ആണ്, ഒത്തിരി റിസ്ക് ആണ് അവർക്ക് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ. അപ്പോ നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഗ്ലൗസ് ഒക്കെ ധരിക്കുക, വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നർ വേണം, ട്രീറ്റ് ഫുൾ ആവുമ്പോഴേക്കും അത് കളഞ്ഞിട്ട് പുതിയ വേസ്റ്റ് ബിൻ വെക്കുക എന്നൊക്കെ പറഞ്ഞു. അത്രയും കാര്യങ്ങളൊക്കെ പോയിന്റ്സുകൾ ഓർത്തിരിക്കുക. ദെൻ ന്യൂ ബോൺ കെയർ ആണ് നമ്മൾ പറഞ്ഞത്. ന്യൂ ബോണിന് നമ്മൾ കൊടുക്കേണ്ട ഹെൽത്ത് ഫെസിലിറ്റീസ് ആണ്. ബർത്തിൽ കെയർ കൊടുക്കുക, ദെൻ സ്റ്റെബിലൈസേഷൻ സിക്ക് ആയിട്ടുള്ള ബേബീസിനാണെങ്കിൽ കെയർ കൊടുക്കുക, റെസിസ്റ്റേഷൻ കൊടുക്കുക. ദെൻ നമ്മൾ പറഞ്ഞ മോണിറ്റർ ചെയ്യുക, ബേബി ടെമ്പറേച്ചറും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ദെൻ പ്രോപ്പർ ന്യൂബോൺ കെയർ. എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ന്യൂബോൺ കെയർ നമ്മൾ കൊടുക്കേണ്ടത്? പോയിന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതില് കറക്ഷൻസ് വന്നത് LBW ഇമ്പോർട്ടന്റ് ആണ്, ലോ ബർത്ത് വെയിറ്റ് എക്സാമിന് ശ്രദ്ധിക്കും, ഫുൾ ഫോം. ദെൻ എക്സ്ട്രാ നമ്മൾ തിരുത്തിയിട്ടുണ്ട്. ദെൻ പ്രോട്ടോകോൾസ് എൻട്രി ടു ദ ലേബർ റൂം. ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രോട്ടോകോൾസുകൾ എങ്ങനെയൊക്കെയാണ് എൻട്രികൾ? അവിടെ ANM ഫുൾ ഫോം ഉണ്ട്, ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ്. ഓക്കെ, ദെൻ പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ലേബർ റൂമിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എടുക്കേണ്ട പ്രോട്ടോകോൾസുകൾ എന്തൊക്കെയാണെന്ന്. അത് ഓരോ സ്റ്റാഫുകൾ എന്താ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കുക, അങ്ങനെയുള്ള പ്രോട്ടോകോൾസുകൾ പാലിക്കും. ദെൻ സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. ലേബർ റൂമിലെ സൂപ്പർവിഷൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് അത് നമ്മൾ പറഞ്ഞു. ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്യേണ്ടത് സൂപ്പർവൈസർ ആണ്. LBW ലോ ബർത്ത് വെയിറ്റ്, LOW ലോ ബർത്ത് വെയിറ്റ് കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞ ബർത്ത് വെയിറ്റ്. അതായത് നമ്മൾ പറയാലോ 6 മന്തിലും 7 മന്തിലും ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞിന് ബർത്ത് വെയിറ്റ് വളരെ കുറവായിരിക്കും. നോർമൽ ബർത്ത് വെയിറ്റിലും ലോ ആയിരിക്കും. ലോ ബർത്ത് വെയിറ്റ് LOW. ഓക്കെ, ദെൻ OBG എന്ന് പറഞ്ഞാൽ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി MU മോണിറ്ററിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഓരോ ചാപ്റ്റർ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അതിൽ നിന്നും തന്നെ ഇപ്പൊ ഒരു ചാപ്റ്ററിൽ തന്നെ 1 or 2 അതിലധികം ഫുൾ ഫോമുകൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ഫുൾ ഫോമുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് എഴുതി വെച്ചിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലത്തെ പേജിലായാലും ആ ഒരു ചാപ്റ്റർ നിങ്ങളൊരു ചാപ്റ്റർ റിവിഷൻ ചെയ്യാനായിട്ട് പഠിക്കാനിരിക്കുകയാണെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ള ഫുൾ ഫോമുകളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും 1 or 2 ഫുൾ ഫോം വരാതിരിക്കില്ലല്ലോ, ഓരോ ചാപ്റ്റേഴ്സിലും ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിന്റെ ലാസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ഫുൾ ഫോമുകൾ ഒന്ന് എഴുതി വെക്കുക. എഴുതി വെക്കുന്നവരുണ്ടാകും, ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എഴുതി വെക്കുന്നത്? കാരണം എക്സാമിന് എപ്പോഴും ഫുൾ ഫോമുകൾ ചോദിക്കാറുണ്ട്, എഴുതി വെക്കാറുണ്ട്. ഓക്കെ, നല്ല കാര്യം. പിന്നെ എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള അതിന് ഞാൻ സെപ്പറേറ്റ് നോട്ട് എടുത്ത് എഴുതി പഠിക്കണമെന്നൊന്നും പറയുന്നില്ല, ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ പറ്റുന്ന പോലെ ചെയ്യാം കേട്ടോ. സെപ്പറേറ്റ് നോട്ട്സും കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്ട്രാ പറയുന്നില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അങ്ങനെ ചെയ്താലും നല്ലതായിരിക്കും. MU എന്ന് വെച്ചാൽ മോണിറ്ററിംഗ് യൂണിറ്റ് എന്നാണ് കേട്ടോ മീനിങ്. മോണിറ്ററിംഗ് യൂണിറ്റ്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മളുടെ ലേബർ റൂം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? ലേബർ റൂം വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
വലിയ വലിയ മെഡിക്കൽ ടേംസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ കുറെയൊക്കെ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് പേർക്കെങ്കിലും ലേബർ റൂമിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടായിരിക്കും. ഒട്ടും തന്നെ അറിയില്ലാത്തവരും ഉണ്ടായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഈ പക്ഷെ സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള പോലെയാണോ ഇപ്പോ? അങ്ങനെയാണോ? കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയോ? അതിൽ പഠിച്ചു എന്ന് പറയാം അല്ലെ? ഒട്ടും അറിയില്ലാത്ത ആളുകൾ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. എന്താണ് ലേബർ റൂം എന്ന് അറിയാം എങ്കിലും അതിന്റെ ഉള്ളിൽ നീക്കാണോ അല്ലെങ്കിൽ ഇത്രയും റെസ്ട്രിക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊന്നും വലിയ അറിവില്ലാത്തവരായിരിക്കാം അല്ലെ? പക്ഷെ നമ്മള് സ്റ്റാർട്ട് ചെയ്തത് പോലെയല്ല, നമ്മൾ അതിനോട് ചേർന്നു, നമ്മൾ അറിഞ്ഞു, നമ്മള് ശരിക്കും എന്താ പറയാ, ഒരു ലേബർ റൂമിന്റെ ഉള്ളിൽ കയറി ഒരു എക്സ്പീരിയൻസ് വന്നോ? കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. അതിനകത്ത് പ്രവേശിപ്പിക്കുമ്പോ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് നമ്മൾ പാലിക്കണം ഇല്ലേ? കുറെ അറിവുകൾ കിട്ടില്ലേ? ലഭിച്ചോ കുറെ അറിവുകൾ ലേബർ റൂമിനെ കുറിച്ച്? ഓക്കെ, ഇപ്പോ വേറെ ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ ലേബർ റൂം? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമ്മള് പുതിയൊരു ചാപ്റ്റർ ആയിട്ട് എടുക്കുന്നത് ബയോമെഡിക്കൽ ഗ്യാസ് ആണ്. ചാപ്റ്ററിന്റെ നമ്പർ ടീച്ചർ നോക്കിയില്ല കേട്ടോ. ബയോമെഡിക്കൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ ഇനി എടുക്കുന്ന നെക്സ്റ്റ് ചാപ്റ്റർ. പേജ് നമ്പർ ആണോ ഇട്ടേക്കുന്നത്? 101 പേജ് നമ്പർ ആണോ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. അത് തുടങ്ങിയൊന്നും വരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മാത്രം. വലിയ ചാപ്റ്റർ ഒന്നും അല്ല, കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ബയോമെഡിക്കൽ എന്നുള്ള ടേം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബയോമെഡിക്കൽ വേസ്റ്റ് എന്തായിരിക്കും? ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ്സ്. ഓക്കെ, നേച്ചർ ഫ്രണ്ട്ലി ആണോ? നേച്ചർ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല. എന്തായിരിക്കും? എവിടെ നിന്നുള്ള വേസ്റ്റ് ആണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റല്, ലേബർ റൂം എന്ന് പറയാം, ഫുഡ്. ഓക്കെ, മെയിൻ ആയിട്ടൊരു കാര്യം അറിഞ്ഞിരിക്കുക, ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതുപോലെ ലബോറട്ടറീസ്, അങ്ങനെയുള്ള ഏരിയകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത്രയൊന്നും അറിഞ്ഞിരിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, പേര് മാത്രം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളേ. ബയോമെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നും പുറന്തള്ളുന്ന വേസ്റ്റുകൾ. ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അറിയാലോ ഒത്തിരി വേസ്റ്റുകൾ ഉണ്ട് അല്ലേ? ബ്ലഡ് ഫ്ലൂയിഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാകാം, ഷാർപ്പ് വേസ്റ്റുകൾ, ഉപയോഗശേഷം വാങ്ങുന്ന ഗ്ലൗസുകളാകാം, സിറഞ്ചസ് ആകാം അല്ലേ? എന്നിങ്ങനെയുള്ള ഒട്ടനവധി വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റല്, കെയർ സർവീസസുകള്, ലബോറട്ടറി, അതുപോലെ തന്നെ ക്ലിനിക്സുകള്, ഇവിടെ നിന്നും പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത്രയും ഓക്കെ ആണല്ലോ? ബയോമെഡിക്കൽ എന്താണെന്നുള്ള ഐഡിയ കിട്ടിയില്ലേ? ബാക്കി നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ട് വരണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഒന്ന് വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് വായിച്ചാൽ മതി. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, വായിക്കുമല്ലോ എല്ലാവരും? ഇൻട്രൊഡക്ഷൻ വായിക്കില്ലേ? ഒരു പ്രാവശ്യം വായിച്ചേക്കൂ. ഓക്കെ, അപ്പോ നോക്കി വെക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു ഓൾ.